നമുക്കിന്ന് ലിസ്റ്റിനെ പറ്റി നമുക്ക് പഠിക്കാം. ലിസ്റ്റ് ഇൻ പൈത്തൺ. ഓക്കെ, നമുക്ക് ലിസ്റ്റ് ഇൻ പൈത്തൺ നമുക്കിന്നൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് ഡേറ്റ ടൈപ്പാണ്. ലിസ്റ്റ് എന്താണ്? ഒരു സീക്വൻസ് ഡേറ്റ ടൈപ്പിൽ വരുന്ന ഇതാണ് ലിസ്റ്റ്. ദെൻ ലിസ്റ്റിനകത്ത് നമുക്ക് എലമെൻസിനെല്ലാം നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഓർഡേർഡ് വേയിലായിരിക്കും. ലിസ്റ്റിലെ എലമെൻറ്റ്സ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഓർഡേർഡ് വേയിലായിരിക്കും. ആൻഡ് ഈച്ച് ആൻഡ് എവരി ഐറ്റം ഓഫ് എ ലിസ്റ്റ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ ഇറ്റ്സ് പൊസിഷൻ വെച്ചിട്ട് നമുക്ക് ഈച്ച് ആൻഡ് എവരി ഐറ്റം ഓഫ് എ ലിസ്റ്റിന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പൊസിഷനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഇൻഡെക്സ്. നമ്മൾ ഇൻഡെക്സ് എന്ന് പറയും. അപ്പം ഈ പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേനും ലിസ്റ്റിനകത്ത് നമ്മൾ ഐറ്റം പ്ലേസ് ചെയ്യുമ്പോൾ ഇൻഡെക്സ് പൊസിഷൻസ് പോസിറ്റീവ് ഇൻഡെക്സിങ്ങും കൊടുക്കാൻ പറ്റും, നമുക്ക് നെഗറ്റീവ് ഇൻഡെക്സിങ്ങും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ പോസിറ്റീവ് ഇൻഡെക്സിങ്ങും ഉണ്ട്, നെഗറ്റീവ് ഇൻഡെക്സിങ്ങും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ലിസ്റ്റ് L=1, 2, 3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ലിസ്റ്റിനകത്തുള്ള ഈ ഐറ്റംസ് ആക്ച്വലി പ്ലേസ് ആകുന്നത് 1, 2, 3. അപ്പോൾ പോസിറ്റീവ് ഇൻഡെക്സിങ് ആണെങ്കിൽ 0, 1, 2 ഇങ്ങനെയായിരിക്കും പോസിറ്റീവ് ഇൻഡെക്സിങ്ങിൽ വരിക. ഇനി നെഗറ്റീവ് ഇൻഡെക്സിങ്ങിലാണെങ്കിൽ സ്റ്റാർട്ട്സ് ഫ്രം -1 ആൻഡ് എൻ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ദെൻ -2, ദെൻ -3 ഇങ്ങനെയാണ് നെഗറ്റീവ് ഇൻഡെക്സിങ്ങിൽ വരുന്നത്. പിന്നെ ലിസ്റ്റിനകത്ത് ഈച്ച് ആൻഡ് എവരി ഐറ്റം നമ്മൾ പറഞ്ഞു നമുക്ക് ഇതുപോലെ പൊസിഷൻ വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്ക് സെക്കൻഡ് പൊസിഷനിലുള്ള, അതായത് നമ്മുടെ 2 എന്ന് പറയുന്ന എലമെൻറ്റിനെ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് പ്രിൻറ്റ് L, നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആ പൊസിഷൻ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ 1 ആണെങ്കിൽ 1 എന്ന് പറഞ്ഞു കൊടുക്കണം. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് 2 ആയിരിക്കും. ഇതിന് നെഗറ്റീവ് ഇൻഡെക്സിങ്ങിൽ നമുക്ക് കൊടുക്കാൻ പറ്റും പ്രിൻറ്റ് L നമ്മൾ കൊടുക്കുകയാണ് -2 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇതിൻ്റെ ഔട്ട്പുട്ടും 2 ആയിരിക്കും. അപ്പോൾ ഇതാണ് പോസിറ്റീവ് ഇൻഡെക്സിങ്ങും നെഗറ്റീവ് ഇൻഡെക്സിങ്ങും കൊടുത്തിട്ട് ഈച്ച് ആൻഡ് എവരി ആയിട്ട് നമുക്കിതുപോലെ പോസിറ്റീവ് ഇൻഡെക്സ് വാല്യൂ, നെഗറ്റീവ് ഇൻഡെക്സ് വാല്യൂസൊക്കെ കൊടുത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ലിസ്റ്റിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലിസ്റ്റിനകത്തുള്ള ഡേറ്റാസ് നമുക്ക് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സിലുള്ളത് പ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് ഹെട്രോജീനിയസ് ഡേറ്റയാണ് സപ്പോർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, L= നമുക്ക് 1, 2, 3 അതുപോലെ തന്നെ S, ദെൻ നമുക്ക് ഇങ്ങനെ SA നമുക്കിങ്ങനെ കൊടുക്കാം. പിന്നെ നമുക്കൊരു H ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിസ്റ്റിനകത്ത് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പഠിക്കുകയാണ്, നമുക്ക് ഒരു ലിസ്റ്റിനെ കംപ്ലീറ്റ് ട്രാവേഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ലിസ്റ്റ് L=1, 2, 3, 4, 5 ഇതാണ് നമ്മുടെ ലിസ്റ്റ്. ഈ ലിസ്റ്റിനെ നമുക്ക് കംപ്ലീറ്റ് ട്രാവേഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഫോർ I in നമ്മൾ എന്ത് കൊടുക്കും? L. എവിടം വരെ പോകണം? ഈ ലിസ്റ്റിലാണ് നമുക്ക് ട്രാവേഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ I in L, ദെൻ എന്ത് ചെയ്യണം? പ്രിൻറ്റ് I എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലിസ്റ്റിലുള്ള കംപ്ലീറ്റ് ഐറ്റം നമുക്ക് ട്രാവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ഇങ്ങനെയായിരിക്കും. 5 കൂടെ ഉണ്ട്, 5 ഇത്രയായിരിക്കും നമ്മുടെ ഔട്ട്പുട്ടിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലിസ്റ്റിൻ്റെ ട്രാവേഴ്സൽ. ദെൻ നമുക്ക് ലിസ്റ്റ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അതായത് നമ്മൾ ലിസ്റ്റിലേക്കുള്ള എലമെൻറ്റ്സ് ഡയറക്റ്റ് കൊടുക്കുന്നതിന് പകരം ഇപ്പോൾ നമുക്ക് ഒരു ലിസ്റ്റ് നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. S = X into 2, 2 സ്റ്റാർ, X star 2, 4 X in range 5 എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, X in range 5 എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഫോർ X in range 5 ഇങ്ങനെ ഞാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവുക? നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവുക, അതായത് ഇപ്പം ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം X² ആണ് അല്ലേ. 4 X in range 5 എന്ന് പറഞ്ഞാൽ എന്താ? X in range 5 എന്ന് പറഞ്ഞാൽ 5 എന്ന് പറയുമ്പോൾ എവിടം തൊട്ട് എവിടം വരെ പോകും? 0 മുതൽ 4 വരെയാണ് പോകുന്നത്. അപ്പോൾ 0 മുതൽ 4 വരെ പോകുമ്പോഴത്തേനും ഫസ്റ്റ് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഫസ്റ്റ് എക്സിൻ്റെ വാല്യൂ 0. അപ്പോൾ X² ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 × 0. ദെൻ നെക്സ്റ്റ് ടൈം എക്സിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റായി 1 ആവും. അപ്പോൾ X² വാല്യൂ എന്താവും? X² വാല്യൂ എന്ന് പറഞ്ഞാൽ 1² 1 തന്നെ. ഇനി എക്സിൻ്റെ വാല്യൂ എന്താ? അടുത്ത് ഇൻക്രിമെൻറ്റ് ചെയ്ത് 2 ആവും. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്?
എക്സ് സ്ക്വയർ 2 സ്ക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താകും 4 ആകും. ദെൻ അഗെയിൻ എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, എക്സിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ആയി 3 ആയി. ദെൻ 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ആയി. ദെൻ എക്സിൻ്റെ വാല്യൂ അഗെയിൻ ഇൻക്രിമെൻ്റ് ആയി 4 ആയി. എന്നിട്ട് എന്താണ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 16. ഇവിടെ നമ്മൾ റേഞ്ച് 5 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 0 to 4 വരെ പോകുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന എസ് എന്ന് പറഞ്ഞ ലിസ്റ്റിൽ വന്നിട്ടുള്ള എലമെൻ്റ് എന്ന് പറഞ്ഞാൽ 0 1 4 9 6 ആയിരിക്കും നമ്മുടെ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവുക. ഇതിനെയാണ് ലിസ്റ്റ് കോംപ്രിഹെൻഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ലിസ്റ്റ് കോംപ്രിഹെൻഷൻ അതായത് നമ്മൾ ഈ എലമെൻറ്റ്സ് ഡയറക്റ്റ് ലിസ്റ്റിലേക്ക് കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എഴുതി എക്സ് സ്റ്റാർ 2 ഫോർ എക്സ് ഇൻ റേഞ്ച് 5 എന്ന് കൊടുത്തിട്ട് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലിസ്റ്റിലേക്ക് എലമെൻറ്റിനെ പ്ലേസ് ചെയ്യണം. ഇതാണ് ലിസ്റ്റ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് വേറൊരു ലിസ്റ്റ് എൽ എന്ന് പറഞ്ഞിട്ടുള്ള ലിസ്റ്റ്, ആ ലിസ്റ്റിനകത്ത് 1 2 3 4 5 6 7 8 9 10 ഇത്രയും വാല്യൂസ് ഓൾറെഡി ഉണ്ട്. ഇനി നമ്മൾ അതിനെ വെച്ചിട്ട് വേറൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ലിസ്റ്റിൻ്റെ പേര് എ എന്ന് എടുക്കാം, എ. ഓക്കെ, എന്നിട്ട് നമ്മൾ കൊടുക്കുകയാണ് എക്സ് ഫോർ എക്സ് ഇൻ റേഞ്ച്. നമ്മൾ എവിടം വരെ പോകണം, എക്സിൻ റേഞ്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടം വരെ പോകണം എന്ന് നമുക്ക് പറയാൻ പറ്റണം. നമുക്ക് അത് വേണ്ട, നമുക്ക് ഈ ലിസ്റ്റിൽ കൂടി ട്രാവേഴ്സ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ എക്സ് ഇൻ എന്ത് പറഞ്ഞു കൊടുത്താൽ മതി, എക്സ് ഇൻ നമ്മുടെ ലിസ്റ്റിൻ്റെ നെയിം. അപ്പം നമ്മുടെ ലിസ്റ്റിൻ്റെ നെയിം എന്താ, എൽ. ഈ ലിസ്റ്റിൽ കൂടിയാണ് നമുക്ക് ട്രാവേഴ്സ് ചെയ്യേണ്ടത്, ഈ ലിസ്റ്റിൽ കൂടി അല്ലേ. അപ്പോൾ ആ ലിസ്റ്റിൻ്റെ പേരെന്താ, എൽ. അതാണ് ഞാനിവിടെ പറഞ്ഞു കൊടുത്തത്, ഫോർ എക്സ് ഇൻ എൽ. ദെൻ എന്ത് ചെയ്തു, നമ്മൾ ഇഫ് എക്സ് മോഡ് 2 ഈക്വൽ ടു 0 ആണോ നോക്കി. എക്സ് മോഡ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രം ഈ പറയുന്ന എ എന്ന് പറഞ്ഞ ലിസ്റ്റിലേക്ക് വെക്കും. ഇപ്പോൾ ഫസ്റ്റ് എലമെൻ്റ് ആദ്യം കൊടുക്കും, എല്ലിൽ ആദ്യത്തെ എലമെൻ്റ് അതായിരിക്കും നമ്മുടെ ആദ്യത്തെ എക്സ് വാല്യൂ. ഇപ്പോൾ എക്സ് ഈക്വൽ ടു 1. എന്നിട്ട് എന്ത് ചെയ്യും, 1 മോഡ് 2g 1 മോഡ് 2 ഈക്വൽ ടു 0 ആണ്, അല്ല, നോട്ട് ഈക്വൽ ടു ആണ്. അപ്പോൾ എന്ത് ചെയ്യില്ല, അതിനെ നമ്മൾ എടുക്കില്ല. അടുത്ത എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, നെക്സ്റ്റ് പൊസിഷനിലേക്ക് വന്ന് 2 ആകും. 2 മോഡ് 2 ഈക്വൽ ടു 0 ആണ്. അപ്പം എന്ത് ചെയ്യും, 2 നമുക്ക് കിട്ടി. ഇനി അടുത്ത് എന്താണ്, എക്സിൻ്റെ വാല്യൂ 3 ആകും. 3 മോഡ് 2gയും ഈക്വൽ ടു 0 ആണോ നോക്കും, അല്ല, അപ്പം നമ്മളത് എടുക്കത്തില്ല. അടുത്ത എക്സിൻ്റെ വാല്യൂ 4 ആകും. 4 മോഡ് 2 ഈക്വൽ ടു 0 ആണോ നോക്കും, ആണ്. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഇതെന്ന് പറഞ്ഞാൽ എന്താ, ഇത് എന്തിൻ്റെ കണ്ടീഷനാണ്, ഇത് ഈവൻ നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. എക്സ് മോഡ് 2 ഈക്വൽ ടു 0 അതിൻ്റെ അർത്ഥം എന്താ, നമ്പർ ഈസ് ഈവൻ. അപ്പം നമ്മുടെ ഈ ലിസ്റ്റിൽ കൂടെ ട്രാവേഴ്സ് ചെയ്ത് പോകുമ്പോൾ എപ്പോൾ മാത്രമാണ് ഈ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുക, ഈവൻ നമ്പേഴ്സിന് മാത്രമേ കണ്ടീഷൻ മീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഏതൊക്കെയാണ് ഈവൻ നമ്പർ, 2 4 6 8 10. ഇതാണ് നമ്മുടെ ഈവൻ നമ്പേഴ്സ്. അപ്പം നമ്മുടെ എ എന്ന് പറഞ്ഞ ലിസ്റ്റിലേക്ക് ഏതൊക്കെ എലമെൻറ്റ് വരും, 2 വരും, 4 വരും, 6 വരും, 8 വരും, 10 വരും. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പല രീതിയിലും ലിസ്റ്റ് കോംപ്രിഹെൻഷൻസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ലിസ്റ്റിനകത്തുള്ള പെർട്ടിക്കുലർ ഓപ്പറേഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്പറേഷനാണ് പ്ലസ്, ദെൻ സ്റ്റാർ, ദെൻ ലെസ് ദാൻ, ദെൻ ഗ്രേറ്റർ ദാൻ, ദെൻ ഈക്വൽ ടു ഓപ്പറേഷൻസ്. ഇത്രയും ഓപ്പറേഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്ലസ് ഓപ്പറേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, കോൺകാറ്റിനേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലസ് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്ലസ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എൽ ഇസ് ഈക്വൽ ടു 1 2 3 ആൻഡ് എ ഈക്വൽ ടു 3 4 5. ഇങ്ങനെ 2 ലിസ്റ്റ് ഉണ്ടെങ്കിൽ വി ക്യാൻ കോൺകാറ്റിനേറ്റ് ബോത്ത് ഓഫ് ദം ടുഗദർ. നമുക്ക് രണ്ടുപേരെയും കൂടെ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ പറ്റും. ബി ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യാണ്, എൽ പ്ലസ് എ. ബി ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എ എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ബി. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ബീനെ പ്രിൻറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് ബ്രാക്കറ്റിൽ എൽ പ്ലസ് എന്ന് ഇങ്ങനെ എഴുതിയാലും മതി. ഇങ്ങനെ എഴുതിയാലും നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നത് ബി ഈസ് ഈക്വൽ ടു, നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും, നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും, നമ്മുടെ ഔട്ട്പുട്ടിലെ ലിസ്റ്റിൽ എന്തൊക്കെ ഉണ്ടാവും, നമ്മുടെ ഔട്ട്പുട്ടിലെ ലിസ്റ്റിൽ 1 2 3
3 4 5 ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് ലിസ്റ്റ്. അപ്പോൾ കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് ലിസ്റ്റുകളെ തമ്മിൽ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് സ്റ്റാർ ഓപ്പറേഷൻ, അടുത്തതാണ് നമ്മുടെ സ്റ്റാർ ഓപ്പറേഷൻ. സ്റ്റാർ ഓപ്പറേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെപ്പറ്റീഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം റിപ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് വാണ്ട് ടു റിപ്പീറ്റ് ആൻഡ് ലിസ്റ്റ് ഒരു 3 ടൈം റിപ്പീറ്റ് ചെയ്യണം അല്ലെങ്കിൽ 4 ടൈം റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രിൻറ്റ് L star 3 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. ഇതന്നെ സ്റ്റാർ 4 എന്നാണ് എഴുതണമെങ്കിലോ 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. ഇതിനാണ് റിപ്പറ്റീഷന് വേണ്ടിയിട്ടാണ് സ്റ്റാർ ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതാണ് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, അതുപോലെ തന്നെ ഈക്വൽ ടു. ഈ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഈക്വൽ ടു ഇതിന് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. നമ്മുടെ ഔട്ട്പുട്ടുകൾ എന്തായിരിക്കും? ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ L is equal to 1 2 3 and A is equal to 1 2 3. ദെൻ നമ്മൾ ചെക്ക് ചെയ്യാണ് പ്രിൻറ്റ് L ഈക്വൽ ടു A എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് രണ്ട് ലിസ്റ്റ് ഒന്ന് നോക്കുക. രണ്ട് ലിസ്റ്റിലും സെയിം എലമെൻറ്റ്സ് ആണ്, സെയിം എണ്ണമാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ട്രൂ ആയിരിക്കും. ഇഫ് യു ചേഞ്ച് ദിസ് ലിസ്റ്റ്, നമ്മൾ L എന്ന് പറഞ്ഞ ലിസ്റ്റിലെ എലമെൻറ്റ് 1 2 4 ആൻഡ് A എന്ന് പറഞ്ഞ ലിസ്റ്റിൽ 1 2 3 ഇങ്ങനെയാണ് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ പ്രിൻറ്റ് L ഈക്വൽ ടു A ചെക്ക് ചെയ്യാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇതിൻ്റെ ഔട്ട്പുട്ട് ഫോൾസ് ആയിരിക്കും. ഇതാണ് എന്ത്? നമ്മുടെ ഈക്വൽ ടു ഓപ്പറേറ്റേഴ്സ്. ഇനി നമുക്ക് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ നോക്കാം. ഇപ്പം നമ്മൾ L is equal to 1 2 3 ആൻഡ് A is equal to 1 2 4 ഇങ്ങനെയാണ് വിചാരിക്കുക. എന്നിട്ട് പ്രിൻറ്റ് L ലെസ് ദാൻ A നമ്മൾ കൊടുത്തു. ഇതെന്തായിരിക്കും നമുക്ക് കിട്ടാവുന്ന ഔട്ട്പുട്ട്? നമ്മൾ കിട്ടുന്ന ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. വൈ? ബിക്കോസ് 3 ലെസ് ദാൻ 4 ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഔട്ട്പുട്ട് ട്രൂ എന്ന് കിട്ടും. ഇത് തന്നെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ട് L is equal to 1 2 5 ആൻഡ് S equal to 1 2 3 എന്ന് കൊടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ്. പ്രിൻറ്റ് L ലെസ് ദാൻ A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇതിൻ്റെ ഔട്ട്പുട്ട് ഫോൾസ് ആയിരിക്കും. വൈ? ബിക്കോസ് 5 ഈസ് ലെസ് ദാൻ 3 ആണോ? അല്ല, ഇത് തെറ്റായ കണ്ടീഷനാണ്. 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ 3 ആണ്. അപ്പോൾ ഇത് എന്താണ്? നമുക്ക് കിട്ടുന്നത് ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഇത് തന്നെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിട്ട് പ്രിൻറ്റ് L ഗ്രേറ്റർ ദാൻ A എന്നാണ് എഴുതിയിരുന്നെങ്കിൽ എന്താ? ഇത് ട്രൂ ആയാണ്. കാരണം എന്താ? വൈ? ബിക്കോസ് 5 ഈസ് ഗ്രേറ്റർ ദാൻ 3 ഇതുള്ളത് കൊണ്ട് എന്ത് ചെയ്തേനെ? ഇത് ട്രൂ ആയിട്ട് വന്നേനെ. അപ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ ആവാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് L is equal to 1 2 3 ഉണ്ട്. അതുപോലെ തന്നെ S equal to 1 2 4 5 ഉണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ പ്രിൻറ്റ് L ലെസ് ദാൻ S എന്ന് നമ്മൾ എഴുതി. L ലെസ് ദാൻ S എന്ന് എഴുതി. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇതിൻ്റെ ഔട്ട്പുട്ടും ട്രൂ ആയിരിക്കും. വൈ? ബിക്കോസ് 3 ഈസ് ലെസ് ദാൻ 4 ഉള്ളത് കൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പോൾ ഇതാണ് ആക്ച്വലി എന്ത്? നമ്മുടെ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു ഓപ്പറേറ്റേഴ്സിൻ്റെ യൂസേജ്. ഇനി നമുക്കിവിടെ തന്നെ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. എന്താ? മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമുക്ക് ഓൾറെഡി അറിയാം. മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്? ഇന്നും നോട്ടിനുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ള മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്. ഇന്നും നോട്ടിനും അല്ലേ? അപ്പം നമ്മൾ ഇന്നും നോട്ടിനും വെച്ചിട്ട് നമുക്കിത് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ L is equal to 1 2 3. ഓക്കെ, പ്രിൻറ്റ് 1 in L എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ്. കാരണം എന്താ? 1 ഈസ് ഓൾറെഡി ഇൻ ദിസ് ലിസ്റ്റ് L. ഇനി ഞാനിവിടെ തന്നെ പ്രിൻറ്റ് 1 നോട്ട് ഇൻ L എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ഇനി ഇത് തന്നെ ഞാൻ പ്രിൻറ്റ് 5 നോട്ട് ഇൻ L എന്ന് എഴുതി. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇനി പ്രിൻറ്റ് 5 in
എൽ എന്ന് എഴുതി. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഫോൾസ് ആണ്. കാരണം എന്താ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി, 5 എന്ന് പറഞ്ഞ സാധനം ലിസ്റ്റിലില്ല, എന്നിട്ട് 5 ഇൻ എൽ എന്ന് എഴുതിയ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കണ്ടീഷൻ ഫോൾസ് ആണ്. 5 നോട്ട് ഇൻ എൽ എന്ന് എഴുതിയത് 5 എന്ന് പറഞ്ഞ സാധനം ഇല്ല, അപ്പോൾ നോട്ട് ഇൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്, അതുകൊണ്ട് ട്രൂ വന്നു. 1 നോട്ട് ഇൻ എൽ എന്ന് എഴുതി, 1 ഓൾറെഡി ഉണ്ട് എന്നിട്ട് ഇല്ല എന്നാണ് പറയണത്, അപ്പോൾ അതെന്താ? ഫോൾസ്. പിന്നെ 1 ഇൻ എൽ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഓൾറെഡി ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ട്രൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്. അപ്പം മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സും നമ്മൾ കണ്ടു. ഇനി നമുക്ക് സ്ലൈസിങ് നോക്കാം. സ്ലൈസിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മൾ സ്ട്രിങ്ങിൽ കണ്ട എല്ലാ സ്ലൈസിങ്ങും നമുക്ക് എവിടെ പെർഫോം ചെയ്യാൻ പറ്റും? നമ്മുടെ ലിസ്റ്റിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ L = 1 2 3 4 5 6 ഇത്ര എലമെൻറ്റ് വെച്ചു. ഇപ്പോൾ ആക്ച്വലി ഇതെങ്ങനെ ഇരിക്കുന്നുണ്ടാവുക? പോസിറ്റീവ് ഇൻഡെക്സിങ്ങും നെഗറ്റീവ് ഇൻഡെക്സിങ്ങും ഒക്കെ വെച്ചിട്ട് വരക്കുകയാണെങ്കിൽ 1 2 3 4 5 6 ഇങ്ങനെയാണ് ഇപ്പോൾ എലമെൻറ്റ് ഇരിക്കുക. ഇത് നമ്മൾ 0 തുടങ്ങും. 1 2 3 4 5 ഇതാണ് നമ്മുടെ പോസിറ്റീവ് ഇൻഡെക്സിങ്. നെഗറ്റീവ് ഇൻഡെക്സിങ് 1 2 -2 -3 -4 -5 -6 ഇത് നമ്മുടെ നെഗറ്റീവ് ഇൻഡെക്സിങ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി നമ്മൾ ഇൻഡെക്സിങ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സ്ലൈസിങ് ചെയ്യുകയാണ്. സ്ലൈസിങ്ങിനകത്ത് നമ്മൾ പ്രിൻ്റ് നമ്മൾ കൊടുക്കുകയാണ്. പ്രിൻ്റ് L of 1:4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1 മുതൽ ഫസ്റ്റ് പൊസിഷൻ നമ്പേഴ്സ് ഏതൊക്കെ സെലക്ട് ചെയ്യും? ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഈ 3 പൊസിഷനിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും എടുക്കുന്നുണ്ടാവും. അപ്പം നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിൽ ആരാ? 2, സെക്കൻഡ് പൊസിഷനിൽ ആരാ? 3 ആൻഡ് തേർഡ് പൊസിഷനിൽ ആരാ? 4. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. 2 3 4 ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് പൊസിഷൻ ഒമിറ്റ് ചെയ്തിട്ട് നമുക്ക് സ്ലൈസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പൊസിഷൻ ഒമിറ്റ് ചെയ്തിട്ട് നമ്മൾ സ്ലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് പൊസിഷൻ മാത്രമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പൊസിഷനിലുള്ള വാല്യൂസിനെ നമുക്ക് റിട്ടേൺ ചെയ്യും? ഏതൊക്കെ പൊസിഷൻ റിട്ടേൺ ചെയ്യും? 0 1 2 3 ഈ 3 പൊസിഷൻ, അതായത് ഈ 4 പൊസിഷനുകളിൽ ഉള്ള വാല്യൂസ് നമുക്ക് റിട്ടേൺ ചെയ്യും. 0th പൊസിഷനിൽ ആരാ? 1 അല്ലേ. ഇനി ഫസ്റ്റ് പൊസിഷനിൽ ആരാ? ഫസ്റ്റ് പൊസിഷനിൽ 2, സെക്കൻഡ് പൊസിഷനിൽ ആരാ? 3 ആൻഡ് തേർഡ് പൊസിഷനിൽ ആരാ? 4. അപ്പോൾ ഇതായിരിക്കും 1 2 3 4 എന്നായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരെ. ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ലാസ്റ്റ് പൊസിഷൻ ഒമിറ്റ് ചെയ്തിട്ട് സ്ലൈസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി പ്രിൻറ്റ് L നമ്മൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് പൊസിഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ് 5 എന്ന് പറഞ്ഞു, എന്നിട്ട് ഞാൻ ലാസ്റ്റ് പൊസിഷൻ പറഞ്ഞില്ല. ഇങ്ങനെ ഞാൻ ഒമിറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും ഔട്ട്പുട്ടിൽ വരിക? ഇപ്പോൾ എൻ്റെ ഈ ലിസ്റ്റിൻ്റെ സൈസ് എത്രയേ ഉള്ളൂ? 5 ആണ്. അപ്പോൾ 5 തൊട്ട് ലാസ്റ്റ് വരെ പോകാൻ പറഞ്ഞാൽ ലാസ്റ്റ് എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. അപ്പം 5 എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റേ പ്രിൻ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ 5 എന്ന് പറഞ്ഞ പൊസിഷനിൽ ഏത് എലമെൻറ്റാണ് ഉള്ളത്? 6 എന്ന് പറഞ്ഞ എലമെൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ വരിക? 6 എന്നായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക. ഇതന്നെ ഞാനൊന്നും കൂടെ പ്രിൻറ്റ് L ഞാനിവിടെ 4 കൊടുത്തു എന്ന് വിചാരിക്കുക. ലാസ്റ്റ് പൊസിഷൻ 4. പ്രിൻറ്റ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്താ? 4ഉം 5ഉം പൊസിഷൻസ് 4ഉം 5ലുള്ള എലമെൻറ്റ്സ് നമുക്ക് ഔട്ട്പുട്ടിൽ വരും. 4ലും 5ലും ആരൊക്കെ ഇരിക്കുന്നത്? 5ഉം 6ഉം ആണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 5ഉം 6ഉം ആയിരിക്കും. അപ്പം നമ്മൾ സ്റ്റാർട്ട് ഒമിറ്റ് ചെയ്ത് സ്ലൈസ് ചെയ്തു, എൻഡ് ഒമിറ്റ് ചെയ്ത് സ്ലൈസ് ചെയ്തു, ബേസിക് സ്ലൈസിങ് ചെയ്തു. അപ്പം നമ്മൾ 2 ടൈപ്പ് ഓഫ് സ്ലൈസിങ് കംപ്ലീറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് സ്ലൈസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ഇൻഡെക്സ് കൊടുത്തിട്ട് സ്ലൈസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് പ്രിൻറ്റ് L ഞാൻ പറയുവാണ് -3 എന്ന് ഞാൻ കൊടുത്തിട്ട് ഞാൻ സ്ലൈസ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ -3. അപ്പോൾ ഇത് ആക്ച്വലി എവിടെ തൊട്ട് എവിടം വരെ വരും? -1 -2 -3 പൊസിഷനിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിലേ വരിക. അപ്പോൾ നമ്മൾ നോക്കുക, -1 6 -2 5 -3 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ 5 ഏതൊക്കെയായിരിക്കും? 4 5 6 ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ടിൽ വരുന്ന. നമ്മുടെ ഔട്ട്പുട്ട് ഏതൊക്കെയായിരിക്കും? നമ്മുടെ ഔട്ട്പുട്ട് എലമെൻറ്റ് 4 5 6 ആയിരിക്കും. ഇതാണ് നെഗറ്റീവ് സ്ലൈസിങ്. ഇനി നമുക്ക് ഫുൾ സ്ട്രിങ്ങിനെ അല്ലെങ്കിൽ ഫുൾ ലിസ്റ്റിനെ സ്ലൈസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? പ്രിൻറ്റ് L നമ്മളിങ്ങനെ കോളൻ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ലിസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ലൈസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 ഇത് കംപ്ലീറ്റ് നമ്മുടെ ഔട്ട്പുട്ടായിട്ട് മാറും. ഇതാണ് ഫുൾ ലിസ്റ്റിനെ സ്ലൈസ് ചെയ്യുന്ന രീതി. ഇനി നമുക്ക് സ്റ്റെപ്പ് കൊടുത്ത് സ്ലൈസ് ചെയ്യാൻ പറ്റും. അതിനെ പ്രിൻറ്റ്
എല്ല് നമ്മൾ സ്റ്റാർട്ടും സ്റ്റോപ്പും ഒന്നും പറയണില്ല. നമ്മൾ എന്ത് മാത്രം പറയേണ്ടുള്ളൂ, എത്ര വെച്ചിട്ട് ക്യാരക്ടേഴ്സിന് സ്കിപ്പ് ചെയ്ത് പോകണം, നമ്മുടെ എത്ര വെച്ചിട്ട് ഐറ്റംസിനെ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ തുടങ്ങണം എവിടെ നിന്ന് തുടങ്ങും, 1-ന് തുടങ്ങും, എന്നിട്ട് 2-നെ സ്കിപ്പ് ചെയ്യും, 3 എടുക്കും, ദെൻ 4-നെ സ്കിപ്പ് ചെയ്യും, 5 എടുക്കും, ദെൻ 6-നെ സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഏതൊക്കെയായിരിക്കും, 1 കിട്ടും, 3 കിട്ടും, 5 കിട്ടും. നമ്മുടെ ഔട്ട്പുട്ട് ഏതൊക്കെയായിരിക്കും, 1 3 5. നമ്മുടെ ഔട്ട്പുട്ട് ഏതൊക്കെയായിരിക്കും, 1 3 5. ഇത്രയായിരിക്കും നമ്മുടെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പം ഇത്രയാണ് സ്ലൈസിങ്. ഓക്കെ.